അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു AI ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, തികച്ചും എന്താണോ നടന്നത് അത് ഞങ്ങൾ അങ്ങനെ ക്യാപ്ചർ ചെയ്തതാണ്. ഇതെന്റെ അല്ല, ഇവന്റെയാ. ഒരു കയ്യബദ്ധം നാറ്റിക്കിടും. നമസ്കാരം. ഏറെ രസകരമായ ഒരു സംഭവം അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ് ഈ ഒരു രസകരമായ സംഭവം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി ആയിരുന്നു. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ ഇരട്ടകളുടെ കല്യാണം നടന്നു. ആ കല്യാണം കഴിഞ്ഞുണ്ടായ ഒരു രസകരമായ സംഭവമാണ്. ഭവനീഷ് ഭരതൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിന്റെ വെൽഡിംഗ് കമ്പനിയാണ് ഇവരുടെ കല്യാണം എടുത്തത്. ഈ ഒരു ക്യാമറാമാന് യാദൃച്ഛ്യമായി കിട്ടിയ ഒരു ദൃശ്യമാണ്. ആ ഒരു ദൃശ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഏതാണ്ട് ആ ക്യാമറാമാന്റെ ഇൻസ്റ്റയിൽ തന്നെ ഏതാണ്ട് 7 മില്യൺ ആളുകളോളം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും അത് വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതെന്റെ അല്ല, ഇവന്റെയാ. ഒരു കയ്യബദ്ധം നാറ്റിക്കിടും. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇരട്ടകളുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അതില് ശരത്ത്, സുജിത്ത്, ഇവര് ഷൊർണൂർ സ്വദേശികളാണ്. ഇവർ വിവാഹം കഴിച്ചത് വർക്കല സ്വദേശികളായിട്ടുള്ള ശ്രീലക്ഷ്മിയെയും ശ്രീവിദ്യയുമാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും എത്തിപ്പെടാനുള്ള ഒരു സൗകര്യം അനുസരിച്ചാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ വിവാഹം വെച്ചത്. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് ഇവര് ചെറുക്കന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരു സമയം ഇവർ 4 പേരും നല്ല പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള രൂപസാദൃശ്യമുള്ളവരാണ്. അപ്പം ഈ ചെറുക്കൻ പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നൊരു സമയമായപ്പോൾ ആ പെണ്ണിന്റെ അമ്മയ്ക്കും അച്ഛനോടും ഈ പയ്യൻ വന്ന് യാത്ര ചോദിക്കുകയാണ്. ഈ ശരത്ത്, സുജിത്ത്, ഇവരിൽ ശരത്തിനാണ് ഈ അബദ്ധം പറ്റുന്നത്. അങ്ങനെ അച്ഛനോടും അമ്മയോടും ഒക്കെ യാത്ര ചോദിച്ചു. ഇവർ തൊട്ടടുത്ത് നിന്ന ഈ പെൺകുട്ടിയെ പുറത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചുക. പക്ഷെ പിടിച്ചത് ശരത്ത് കല്യാണം കഴിച്ച ആളിനെ അല്ല, പകരം സുജിത്ത് കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് പിടിച്ചത്. അപ്പൊ അതുകൊണ്ടുണ്ട് കുട്ടി സുജിത്തിന്റെ കുട്ടിയാണ് പറയുന്നത്, ഞാനല്ല മറ്റേ കുട്ടിയാന്ന്. അങ്ങനെ ഒരു രസകരമായ സംഭവമാണ് അവിടെ അരങ്ങേറിയത്. ഇത് ഫുള്ള് ക്യാമറമാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം കൂടെ അരങ്ങേറിയത്. അത് അവിടെ ചിരി പടർത്തിയെന്ന് മാത്രമല്ല, ആ ഒരു പ്രത്യേക ഭാഗം എടുത്ത് ഈ ക്യാമറാമാൻ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ സംഭവം കൈവിട്ടുപോയി, വൈറലായി. പക്ഷെ ഈ വധുവരന്മാരുടെയൊക്കെ പെർമിഷനോട് കൂടി തന്നെയാണ് ആ ക്യാമറാമാൻ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും ഈ ഒരു ദൃശ്യം കണ്ട് രസിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും അതിനുശേഷം ഈ ശരത്ത് അബദ്ധം പറ്റിയതിനു ശേഷം ശരത്ത് വിവാഹം കഴിച്ച കുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് ക്ഷമ ചോദിക്കുന്ന രീതിയിലുള്ള അവസ്ഥ, ആ ശരത്തിന്റെ ഒരു അവസ്ഥ, അതാണ് ഏറെയും ചിരി പടർത്തിയത്. എന്താ യാദൃശ്യമായി ദൃശ്യം കിട്ടിയ ക്യാമറാമാൻ ഭവനീഷ് ഭരതനും വൈറലായിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഹലോ, എൻ്റെ പേര് ഭവനീഷ് ഭരതൻ. ഇപ്പോൾ റീൽസിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ട്വിൻസിൻ്റെ വെഡ്ഡിങ് എടുത്തത് എൻ്റെ ഫോട്ടോഗ്രാഫി കമ്പനിയാണ്, ഞാനാണ്. ഞങ്ങൾ എടുത്തത് ഗ്രൂം സൈഡാണ്. ഗ്രൂം സൈഡിൻ്റെ വർക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗ്രൂം വന്നിട്ട് ഷൊർണൂർ, ബ്രൈഡ് വന്നിട്ട് വർക്കല എന്നാണ്. രണ്ടുപേരും ട്വിൻസ് ഫാമിലിയാണ്. അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് ഏറ്റുമാനൂർ, കോട്ടയം ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന പോലെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ മേടിച്ച് അവരിറങ്ങുന്നൊരു ചടങ്ങിൻ്റെ ഇടയിൽ, അതായത് ഒരു 1.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന്ന് ഞങ്ങൾ 20 സെക്കൻഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തികച്ചും ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ ഭാഗ്യമായിട്ട് കാണുന്നു. പെട്ടെന്ന് വന്നത് ഭയങ്കരമായിട്ട് ഹിറ്റായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും അത് കൊടുത്ത സൗണ്ട് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു AI ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, തികച്ചും എന്താണോ നടന്നത് അത് ഞങ്ങൾ അങ്ങനെ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാകട്ടെ, യൂട്യൂബിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ സംഭവം വൈറലായിട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ വധുവരന്മാർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. മറ്റൊരു വീഡിയോ കണ്ടുവരാം. നന്ദി, നമസ്കാരം.